കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശകരമായ വാർത്ത. ICC T20 ലോകകപ്പിന്റെ ആരവങ്ങൾ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്കും എത്തിയേക്കും. ഇന്ത്യയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഉന്നയിച്ച ആശങ്കകൾക്ക് പരിഹാരമായി അവരുടെ മത്സരങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് മാറ്റാൻ ICC ശുപാർശ ചെയ്തിരിക്കുകയാണ്. കൽക്കത്തയിലും മുംബൈയിലുമായി നടക്കേണ്ടിയിരുന്ന ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ചെന്നൈയിലെ ചേപ്പോക്കിലേക്കും തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡിലേക്കും മാറ്റാനാണ് ICCയുടെ പുതിയ നീക്കം. ബംഗ്ലാദേശ് ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പ് മത്സരത്തിന് വേദിയാകാനുള്ള ഭാഗ്യം തിരുവനന്തപുരത്തിന് ലഭിക്കും. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ KKR ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലും മുംബൈയിലും ബംഗ്ലാദേശ് വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് BCB ആശങ്കയറിയിച്ചത്. കൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലും മുംബൈ വാങ്കഡയിലും തങ്ങളുടെ താരങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് BCB ICCക്ക് കത്തയച്ചിരുന്നു. മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ടൂർണമെന്റ് ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ കഴിയില്ലെന്ന് ICC കർശന നിലപാടെടുത്തു. പകരം രാഷ്ട്രീയമായി വലിയ പ്രതിഷേധങ്ങളില്ലാത്ത ബംഗ്ലാദേശ് താരങ്ങൾക്ക് സുരക്ഷിതമായി കളിക്കാൻ സാധിക്കുന്ന വേദികൾ എന്ന നിലയിലാണ് ചെന്നൈയെയും തിരുവനന്തപുരത്തെയും ICC നിർദ്ദേശിച്ചത്. കേരളത്തിൽ ലോട്ടറി. ICCയുടെ ഈ നീക്കം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും സന്നാഹ മത്സരങ്ങൾക്കും വേദിയായിട്ടുണ്ടെങ്കിലും ഒരു ലോകകപ്പ് മത്സരം കാര്യവട്ടത്ത് നടക്കുക എന്നത് വലിയ കാര്യമാണ്. മികച്ച സൗകര്യങ്ങളും കാണികളുടെ പങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ലോകകപ്പിന് സജ്ജമാണ്. ബംഗ്ലാദേശ് ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ ലോകോത്തര താരങ്ങളെ നേരിൽ കാണാനുള്ള അവസരം മലയാളി ആരാധകർക്ക് ലഭിക്കും. പാകിസ്ഥാൻ മോഡൽ വിട്ടുവീഴ്ച. സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാന്റെ ലോകകപ്പ് മത്സരങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് മാറ്റിയിരുന്നു. സമാനമായ രീതിയിൽ തങ്ങൾക്കും വേദി മാറ്റണമെന്നായിരുന്നു ബംഗ്ലാദേശിന്റെ ആവശ്യം. എന്നാൽ പാകിസ്ഥാന്റെ സാഹചര്യം വ്യത്യസ്തമാണെന്നും ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ തന്നെ നടത്തണമെന്നും BCCIയും ICCയും തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് കളിപ്പിക്കില്ല, പക്ഷേ ഇന്ത്യയിലെ സുരക്ഷിത താവളങ്ങളിൽ കളിപ്പിക്കാം എന്ന മധ്യമാർഗമാണ് ICC ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ചെന്നൈയും തയ്യാർ. തിരുവനന്തപുരത്തിന് പുറമെ തമിഴ്നാട്ടിലെ ചേപ്പോക്ക് സ്റ്റേഡിയവും ബംഗ്ലാദേശിനായി തുറന്നുകൊടുക്കും. സ്പിന്നിനെ തുണയ്ക്കുന്ന ചേപ്പോക്കിലെ പിച്ച് ബംഗ്ലാദേശ് ടീമിന് ഇഷ്ടപ്പെട്ടേക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് വിരുദ്ധ പ്രതിഷേധങ്ങൾ കുറവായതിനാൽ സുഗമമായി മത്സരങ്ങൾ നടക്കാൻ കഴിയുമെന്നാണ് ICCയുടെ കണക്കുകൂട്ടൽ. ഇനി അറിയേണ്ടത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ മറുപടിയാണ്. ഇന്ത്യക്ക് പുറത്ത് കളിക്കണമെന്ന വാശി അവർ ഉപേക്ഷിക്കുമോ എന്നതാണ് ചോദ്യം. ലോകകപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ICCയുടെ ഈ കോംപ്രമൈസ് ഫോർമുല അംഗീകരിക്കുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റ് വഴികളില്ലെന്നാണ് സൂചന.